ഇന്ന് ലോക തേയില ദിനം. വണ്ടിപ്പെരിയാർ കോണിമറ എസ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഫാക്ടറി വിസിറ്റും അതോടൊപ്പം തന്നെ ചായയും ഗ്ലാസ് ചെറുകടിയായും നൽകി. 0% വേസ്റ്റ് എന്ന പദ്ധതി പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചീസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950 പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. പീരുമേട് തേയിലത്തോട്ടത്തിന് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയേറിയതാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ആദ്യം തേയില നട്ടുപിടിപ്പിച്ചതും അത് രുചിച്ചതും പീരുമേട്ടിൽ തന്നെ. ലോകത്തെ പല സ്ഥലങ്ങളിലും തേയിലയുടെ ഉൽപാദനം നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തേയില ദിനം എന്നത് മെയ് 21 തീയതിയാണ് ആചരിച്ചു വരുന്നത്. നിരവധിയായ തോട്ടം തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ അങ്ങ് നാവിന്റെ രുചിയായും ഉന്മേഷവുമായി മാറുമ്പോൾ കിട്ടുന്ന അനുഭൂതി അതുതന്നെയാണ് ഇന്റർനാഷണൽ ടീ ഡേയുടെ പ്രത്യേകത. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ കോണിമാറ എസ്റ്റേറ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി തന്നെ സൗജന്യ ഫാക്ടറി വിസിറ്റും തേയില ഉൽപാദനത്തിന്റെ വിവിധ ഘട്ടങ്ങളും കൂടാതെ തേയില കൊളുന്തു മുതൽ വിവിധ തരത്തിലുള്ള തേയിലപ്പൊടിയിലേക്ക് മാറുന്ന അവസ്ഥ വരെ ഫാക്ടറിയിൽ എത്തുന്നവർക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഇതുകൂടാതെ ദേശീയപാതയോരത്ത് ചേർന്നിരിക്കുന്ന ഔട്ട്ലെറ്റിൽ എത്തുന്ന 1000 പേർക്ക് വരെ സൗജന്യമായി ചായയും ചെറുകടിയായി ഗ്ലാസും തന്നെ നൽകുകയും ചെയ്തു. 0% വേസ്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു ആശയം മുൻപോട്ട് വെച്ചത് എന്ന് ഫാക്ടറി മാനേജർ കൂടിയായ സാബു എം ഈപ്പൻ പറഞ്ഞു. ഞങ്ങൾ ഈ വർഷം ലോഞ്ച് ചെയ്ത ആ ചോക്ലേറ്റ് ടീ ഇത് എഡിബിൾ ആയിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കപ്പിലാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് എന്ന് പറയുന്നത് 0. കപ്പ് കഴുകേണ്ട ആവശ്യമില്ല. ചായക്ക് കടി കപ്പ് തന്നെ, ചായയുടെ കടി കപ്പ് തന്നെ ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയന്റ് ആണെങ്കിലും കൊള്ളാം, ഉഴുന്ന്, റാഗി, ഗോതമ്പ് ഇതുമെല്ലാം വെച്ചാണത് വളരെയധികം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നാരുകളാൽ. ഇന്ന് എല്ലാ ഫൈബറുകളെ കുറിച്ചും ഡയബറ്റിക്കിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഫൈബറുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന്. നാരുകൾ അടങ്ങിയ ഒരു കപ്പ് തന്നെയാണ് ഇതിന് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് വന്ന് 0 തന്നെയാണ്. എന്നാൽ ഈ വർഷത്തെ ടീ ബോർഡ് തന്നിരിക്കുന്ന ചിന്താവിഷയം ഫോസ്റ്ററിംഗ് ഗ്രോത്ത് ആൻഡ് ഇൻക്ലൂഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. അതിൽ പറയുന്നത് വളർച്ചയും ഉൾപ്പെടുത്തുകയും വളർത്തുക എന്നുള്ളത്. അതായത് ടീ ബോർഡിനോട് ചേർന്ന് ഈ തേയില വ്യവസായത്തിന്റെ എല്ലാ ശൃംഖലയിലും വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നിരവധിയായ ആളുകളാണ് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും കൂടാതെ വിനോദസഞ്ചാരികളും ചായ ദിനം ആഘോഷിക്കാൻ വണ്ടിപ്പെരിയാറിലെ കോണിമാറ ഫാക്ടറിയിലും ഔട്ട്ലെറ്റിലും എത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.